ഞങ്ങൾ 1950 സിദ്ദിഖ് സേട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പേ നൂറ്റാണ്ടുകളായി ഞങ്ങൾ ഈ ഭൂപ്രദേശത്ത് താമസിച്ചിരുന്നവരാണ്. ഈ അവസരത്തിൽ 1950 നവംബർ 1 ഫറൂഖ് കോളേജിന് സിദ്ദിഖ് സേട്ട് ഈ ഭൂമി കൊടുക്കുകയും 51 ഫറൂഖ് കോളേജ് പട്ടയം പിടിക്കുകയും ചെയ്തു. ആ സമയത്ത് കൈവശമില്ലാതിരുന്ന ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയല്ല എന്നാണ് ഞങ്ങൾ വാദിച്ചിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങളുടെ കൈവശത്തിലായിരുന്നു. അങ്ങനെ 34 വർഷം ഫറൂഖ് കോളേജുമായിട്ട് ഞങ്ങൾ പല കോടതികളിലും കേസുകൾ നടത്തി 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഭൂമി ഫറൂഖ് കോളേജിൻ്റേതാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് 1989 മുതൽ ഞങ്ങൾ ഇത് വാങ്ങിക്കുന്നത്. ഞങ്ങളങ്ങനെ വാങ്ങിച്ച് 33 വർഷം ഞങ്ങളിവിടെ സ്വസ്ഥവും സുഗമവുമായിട്ട് കരമടച്ച് പോക്കുവരവ് നടത്തി തണ്ടപ്പേര് പിടിച്ച് വാഹന വായ്പ എടുത്ത് ഭവന വായ്പ എടുത്തെല്ലാം ഞങ്ങളിവിടെ വിദ്യാഭ്യാസ വായ്പയൊക്കെ എടുത്ത് മക്കളെയൊക്കെ പഠിപ്പിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരമടക്കാൻ ചെന്നപ്പോഴാണ് ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന് അറിയാൻ സാധിച്ചത്. തുടർന്ന് 2 വർഷവും 7 മാസവും ഞങ്ങൾ കേരള ഗവൺമെൻറ്റിൽ സെക്രട്ടേറിയറ്റിലും നിയമസഭയിലുമായി ഞങ്ങൾ നടന്ന് ഞങ്ങൾക്ക് കരമടക്കുന്നതിനുള്ള ഒരു അനുവാദം ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ അത് അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് കരമടക്കുന്നതിനാണ് ഞങ്ങൾക്ക് കിട്ടിയതെന്നുള്ളത് ഞങ്ങൾ പിന്നീടാണത് അറിയാൻ സാധിച്ചത്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ പല രീതിയിലുള്ള സമരമുറകളും ആവിഷ്കരിച്ചിരുന്നു. കോട്ടപ്പുറം രൂപതയും KLCയെയും വരാപ്പുഴ രൂപതയും ചേർന്ന് ആദ്യം വഞ്ചി സ്ക്വയറിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തിയിരുന്നു. തുടർന്ന് വഖഫ് ബോർഡ് പിക്കറ്റിംഗ് ന്യൂനപക്ഷ മോർച്ച BJPയുടെ ന്യൂനപക്ഷ മോർച്ച സമിതി നടത്തിയിരുന്നു. അതിനുശേഷം SNDPയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു പദയാത്ര നടത്തി ഒരു ധർണ നടത്തിയിരുന്നു. ഞങ്ങൾ അതിനുശേഷമാണ് ഇവിടെ ഇപ്രകാരമുള്ള ഒരു പന്തൽ കെട്ടി നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഇന്ന് 71ാമത്തെ ദിവസമാണ്. ഈ വരുന്നത് ഞങ്ങളുടെ ക്രിസ്മസാണ്. ആ ക്രിസ്മസ് ഞങ്ങൾ പ്രത്യാശ തരുന്നതാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ആ ദിവസത്തിൽ ഞങ്ങൾ ഉച്ചഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെ പ്രതിനിധീകരിച്ച് ഒരു വീട്ടിൽ നിന്നും ഒരാളെങ്കിലും ഈ സമരപന്തലിൽ ഞങ്ങളന്ന് നിരാഹാരം ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മതേതരത്വവും ജനാധിപത്യവും സമത്വവും വിശ്വസിക്കുന്ന എല്ലാ ആളുകളും ഞങ്ങളോടൊപ്പം ഉപവാസ സമരത്തിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും 1000 പ്രത്യാശ ദീപങ്ങൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള പുലിമുട്ടിനടുത്ത് പ്രത്യാശ ദീപങ്ങളും തെളിയിക്കുന്നുണ്ട്. തുടർന്ന് 27-ാം തീയതി പദയാത്ര നടത്തുന്നുണ്ട്. 4-ാം തീയതി ഇവിടെ CN രാമചന്ദ്രൻ്റെ കമ്മീഷൻ വരുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം 30,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈപ്പിൻകര മുതൽ നിന്നും ഈ സമരപ്പന്തൽ വരെ കോട്ടപ്പുറം രൂപതയും വരാപ്പുഴ രൂപതയും ചേർന്ന് മനുഷ്യചങ്ങല തീർക്കുകയുമാണ് ചെയ്യുന്നത്. അത് വൈപ്പിൻ ഫോർട്ടിൽ നിന്നും വരാപ്പുഴ സഹായമെത്രാൻ ആൻ്റണി വാലുങ്കിൽ പിതാവ് ആ പദയാത്ര ആ മനുഷ്യചങ്ങല ഉദ്ഘാടനം ചെയ്യുന്നു. എടവനക്കാട് നിന്നും അംബ്രോസ് പുത്തൻ വീട്ടിൽ കോട്ടപ്പുറം രൂപത ബിഷപ്പും പങ്കെടുത്ത് ഇവിടം വരെയും എത്തിച്ചേർന്ന് ഇവിടെ വെച്ച് 5 മണിക്ക് അതിൻ്റെ സമാപന സമ്മേളനം നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വരും നാളുകളിൽ ഏറ്റവും എളുപ്പത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ സമരമുഖങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ടതായിട്ട് വരും. കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ ആഴങ്ങളിൽ വലയെറിയുമ്പോൾ ഞങ്ങൾക്ക് പേടിയില്ല, കടലാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അതേപോലെ തന്നെ ഈ സമരപോരാട്ടങ്ങളിൽ തീവ്രതയുള്ള സമരപോരാട്ടങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നതിന് മുൻപേ തന്നെ ഗവൺമെൻറ് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.